ഹായ് ഹലോ നമസ്കാരം. കോറൽ ഡ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് കോറൽ ഡ്രോയിൽ ഒരു മെനു കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓൾറെഡി ഒരു A4 പേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഫയലിൽ വന്നിട്ട് ഒരു A4 പേജ് എന്ത് ചെയ്ത് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതൊരു കോറൽ ഡ്രോനെ പറ്റിയിട്ടുള്ള ഒരു 6ാമത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോറൽ ഡ്രോനെ പറ്റി ഒരു ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം മുതലേ കണ്ടുവരാം. അതായത് ചാനലിൽ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു ലോജിക്ക് ഉണ്ടാവും, ഇതിനെപ്പറ്റി ഒരു ലോജിക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ബേസിക് ഇല്ലാത്തവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യം തൊട്ട് ആ വീഡിയോ കണ്ടുവരിക കേട്ടോ. ഓക്കെ, പിന്നെ ഇവിടെ നിന്ന് 6GB ആണ് കൊടുക്കുന്നത്. A4 പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിന്ന് 6GB കൊടുത്തിട്ട് റെസൊല്യൂഷൻ 300 തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രിന്റിൽ വന്നു 6GB കൊടുത്തു. പേജ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് അവിടെ ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടെക്സ്ചർ ആഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരു ടെക്സ്ചർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നെറ്റിൽ കയറിയിട്ട് ടെക്സ്ചർ അല്ലെങ്കിൽ ബ്ലാക്ക് ടെക്സ്ചർ എന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ആ ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫയലിൽ വന്നിട്ട് ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്യേണ്ട Ctrl+I ആണ് അതിൻ്റെ ഷോർട്ട് കീ. ഞാനൊരു ടെക്സ്ചർ ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ടെക്സ്ചർ ആയി. പക്ഷേ പിക്ചറിൻ്റെ പിക്ചർ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, പേജിലേക്കല്ല, അങ്ങനെ ഒരു ഇതായിട്ടല്ല ഇരിക്കുന്നത്, നേരെയായിട്ടല്ല ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ 90 ഡിഗ്രി ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായി, പേജിൻ്റെ സൈസും ഇമേജിൻ്റെ സൈസും എന്തായി കറക്റ്റ് ഈക്വൽ ആയിട്ട് വന്നു. ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെക്ടാങ്കിൾ ടൂള് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കി ഓട്ടോമാറ്റിക്കലി എന്തായി അവിടെ പേജ് എന്തായി സെറ്റ് ആയിട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തത്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനെ എടുത്ത് വരയ്ക്കേണ്ടാന്നർത്ഥം, ഇതിങ്ങനെ എടുത്ത് വരയ്ക്കേണ്ടാന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തെടുത്തത്. ഇനി രണ്ട് ഇമേജും, അതായത് രണ്ട് കാര്യം എന്ത് ചെയ്യുക, ഒപ്പം സെലക്ട് ചെയ്ത് കൊടുക്കുക. പേജും ഇമേജും എന്ത് ചെയ്യുക, ഒപ്പം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് കീബോർഡിൽ P അടിച്ചാൽ മതി. P അടിക്കുന്ന സമയത്ത് നോക്കി കറക്റ്റ് പേജിൻ്റെ സെൻറ്ററിലേക്ക് വന്നു. ഇനി നമുക്ക് നോക്കാം പുറത്തേക്ക് പോകുന്നുണ്ടോ നോക്കാം. ഫ്രണ്ട് എടുത്തിട്ട് കണ്ടോ, പുറത്തേക്ക് പോകുന്ന സമയത്ത് ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിനെ ക്ലിക്ക് ചെയ്തിട്ട് ആ പുറത്തേക്ക് പോയ ഏരിയ ഞാൻ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വീണ്ടും വ്യൂവിൽ വന്നിട്ട് ഞാൻ നോർമലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകുന്ന കരുതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനായിട്ട് Ctrl+I അടിച്ച് ഞാനൊരു ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം അത് ജെമിനിയിൽ വെച്ചിട്ടാണ് ജനറേറ്റ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലേക്ക് നീക്കി വെച്ച് കൊടുക്കാം. പക്ഷേ ഇതൊരു JPG ആയിട്ടോ. അപ്പം ഞാനിപ്പോൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് PNG ആക്കാണ്. ജസ്റ്റ് ഒന്ന് ഇതിവിടെ വന്നിട്ടുണ്ടെങ്കിൽ വിൻഡോ മെനുവിൽ പ്രോപ്പർട്ടീസ് ഇതിൽ പറ്റില്ല, 2020 മുതലാണുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് 2015 വെർഷനാണ്, അതുകൊണ്ടാട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സിമിലർ കൊടുക്കുകയാണ്. ഇതെല്ലാം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ്. ഫോട്ടോഷോപ്പിൻ്റെ ക്ലാസ്സിലേക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങളായിട്ട് ഇതെല്ലാം. ഇനി അതെല്ലാം അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ വന്നിട്ട് ക്വിക്ക് സെലക്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഈ ക്വിക്ക് സെലക്ഷൻ ആകുമ്പോൾ കറക്റ്റ് ഇതായിട്ട് കിട്ടും. ഓക്കെ, ഡിലീറ്റ് ചെയ്തു, Ctrl+D. ഞാൻ എക്സ്പോർട്ട് ചെയ്യാണ്, PNG ആയിട്ട് തന്നെ എക്സ്പോർട്ട് ഓള്. ഇവിടെ കുറച്ച് ഏരിയ പൊട്ടിപ്പോയി, അപ്പോൾ അത് നോക്കണം കേട്ടോ. ഓക്കെ, ഇത്രയും ഏരിയ വേണ്ട. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കുറച്ച് കൊടുക്കാം, അല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യുക, സെലക്ഷൻ കൂട്ടി കൊടുത്താലും മതി. ഡിലീറ്റ് ചെയ്തു, Shift+Ctrl+W ആണ് എന്ത്, എക്സ്പോർട്ടിൻ്റെ എക്സ്പോർട്ടസിൻ്റെ ഷോർട്ട്. ഓക്കെ, അതിലേക്ക് തന്നെ ഞാൻ റീപ്ലേസ് ചെയ്യാം. ഓക്കെ, Ctrl+I അടിച്ചു, എന്ത് ചെയ്തു, സെയിം ഇമേജ് തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടപ്പോൾ അതെന്തായി PNG ആയിട്ട് മാറി. PNG എന്ന് വെച്ചാൽ അറിയാമല്ലോ, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ മൊത്തം സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ CME അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, ആ ഇമേജ് കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നു. ഞാൻ വീണ്ടും ഒരു ബ്രഷ് പോലെ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ആ ഇമേജ് വലിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തു. അതും JPG അല്ല,
PNG അല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ജസ്റ്റ് ഒന്ന് PNG ആക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് എക്സ്പോർട്ട് അസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ PNG ആക്കുന്നുണ്ട്. സോറി അവിടെ നോക്കുന്നുണ്ട്, മേളിൽ നോക്കണേ, JPG ആണോ PNG ആണോ എന്ന് നോക്കണം. അപ്പോൾ PNG ആക്കി എക്സ്പോർട്ട് ഓളിൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സെയിം ഫയൽ തന്നെയാക്കി സേവ് ചെയ്തു. CorelDRAW ഓപ്പൺ ചെയ്തു, Ctrl+I അടിച്ചു. നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞു പോയേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്പീഡിൽ പോകുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ആ ഇമേജ് അവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, വലുതാക്കാം, ചെറുതാക്കണി നമുക്ക് എന്ത് ചെയ്യാം, ചെറുതാക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ മെയിലായിട്ട് ഒരു ഫുഡിൻ്റെ പേര് കൊടുക്കാൻ പോവാം. അതായത് ഒരു ഹോട്ടലിലേക്ക് പേരുണ്ടാവില്ല. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്നൊരു സാമ്പിളായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് സൈസ് കൂട്ടിയിട്ട് ഒരു 36 ഒക്കെ കൊടുക്കാം. ഫുഡ് കൊടുക്കാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലാണ് പോയിരിക്കുന്നത്, ഏറ്റവും പുറകിലൊക്കെ പോയിരിക്കുന്നത്. നമുക്കത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അതിനെ ആദ്യമേ തന്നെ എന്ത് ചെയ്യാം, ഒരു വൈറ്റ് കളറാക്കാം. ഓക്കെ, വൈറ്റ് കളറാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അതായത് ഇപ്പോൾ പുറത്തേക്കാണ് പോയിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒബ്ജക്റ്റിൽ വന്നിട്ട് ഓർഡറിൽ ഇവിടുന്ന് മേളിലേക്ക് കൊടുത്താൽ മതി. കണ്ടോ, ഇവിടുന്ന് ഫ്രണ്ട് ടു പേജ് കൊടുത്താൽ മതി. അതെന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, സെയിം ആണ്. അതേപോലെ തന്നെ എന്താണ്, ഒബ്ജക്റ്റും എന്തായിരുന്നു, ബ്ലാക്ക് ആയിരുന്നു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടും ബ്ലാക്ക് ആയിരുന്നു, ഒബ്ജക്റ്റും ബ്ലാക്ക് ആയിരുന്നു. ഓക്കെ, മീൻസ് ടെക്സ്റ്റും ബ്ലാക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്താ ചെയ്യാൻ പറ്റാതിരുന്നത്, കളറ് വന്നില്ല എന്നൊരു തിങ്കിങ് വന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് ബ്ലാക്ക് ആക്കി മാറ്റി വൈറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു പൊട്ടൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എൻഹാൻസ്ഡ് ആക്കിയിടാം. ഓക്കെ, അപ്പോൾ എന്താ ഇത് കറക്റ്റ് ഇതിലേക്ക് വരും, അതായത് കറക്റ്റ് ക്വാളിറ്റിയിലേക്ക് വരും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് മസ്റ്റോ എന്ന് കൊടുത്തു, മെനു എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് അതിൻ്റെ കളർ നമുക്ക് ഇവിടുന്ന് ഒരു ഓറഞ്ച് ആക്കാം. ഞാൻ ഇവിടെ നിന്നൊരു ഫോണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഒരു 100 കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം നോക്കി, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ സെലക്ട് ആവാറുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻസ് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിനെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിനെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒബ്ജക്റ്റ് മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലോക്ക്. ഓക്കെ, പിന്നെ ഒരിക്കലും ഈ ഒബ്ജക്റ്റ് അനങ്ങൂല. ഓക്കെ, പിന്നെ ഒരിക്കലും ഈ ഒബ്ജക്റ്റ് ഇവിടെ അനങ്ങൂല. ഓക്കെ, ഇനി അതിനെ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് മെനുവിലേക്ക് വന്ന് ലോക്കിൽ അൺലോക്ക് കൊടുത്താൽ മാത്രമാണ് എന്താവുള്ളൂ, ഈ ഒബ്ജക്റ്റ് എന്താവുള്ളൂ, ഇവിടുന്ന് അൺലോക്ക് ആവുള്ളൂ. അതായത് ഇപ്പോൾ ഒബ്ജക്റ്റ് മെനുവിൽ ലോക്കിൽ അൺലോക്ക്, ഞാനിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ലോക്ക് ചെയ്യുകയാണ്. ഒബ്ജക്റ്റിൽ വന്നിട്ട് ലോക്ക് ചെയ്തു. ഇനി വീണ്ടും ഒബ്ജക്റ്റ് മെനുവിൽ ലോക്കിൽ അൺലോക്ക് കോൾ കൊടുത്താലാണ് എന്താവുള്ളൂ, ഒന്നല്ലെങ്കിൽ അൺലോക്ക് കൊടുക്കുക. അൺലോക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് മാത്രം എന്താവും, അൺലോക്ക് ആവും. അൺലോക്ക് കോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ഒബ്ജക്റ്റ് നമ്മൾ CorelDRAWയിൽ ലോക്കാക്കി കൊടുത്തിട്ടുണ്ടോ അതെല്ലാം എന്താവും, അൺലോക്കായിട്ട് മാറും. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ 50% ഓഫർ എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുക്കാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ടേസ്റ്റ് സ്പെഷ്യൽ മെനുന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആദ്യമേ തന്നെ വൈറ്റ് ആക്കുകയാണെങ്കിൽ ഞാൻ കുഴപ്പമില്ല. ഓക്കെ, പ്രസ് ചെയ്തു, SPECIA മെനു. അതിൻ്റെയും ഫോണ്ട് ഞാൻ മാറ്റാണ്, ഇത് തന്നെയാക്കി നീക്കി വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ വലുപ്പം കൂട്ടണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതാണ്. സിമ്പിളാണോ, ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വലിച്ചിട്ടു, ടെക്സ്റ്റ് കൊടുത്തു, ഒരു ഇമേജ് കൊടുത്തു, ഒരു ബ്രഷ് വെച്ചൊരു സ്ട്രോക്ക് ഇവിടെ കൊടുത്തിട്ട് എൻ്റെ മേളിൽ എഴുതി വെച്ചെന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈമിങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ടൈമിങ് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അവിടെ എന്തെങ്കിലും ഒരു അഡ്രസ്സ് ആവാം, പലതും ആവാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ തൽക്കാലം മസ്റ്റോ ഹോട്ടൽ അല്ലെങ്കിൽ ഹൈസു ഹോട്ടൽ അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ.
നമുക്ക് ഓപ്പൺ തന്നെ കൊടുക്കാം. ഞാനിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു സാമ്പിൾ പോലെ കാണിക്കണമെന്നുള്ളൂ കേട്ടോ. 5 AM to 12 എന്നൊരു സാമ്പിൾ പോലെ ഞാൻ കൊടുക്കാണ്. ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒറ്റൊരു പാരഗ്രാഫായിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ അലൈൻ ചെയ്യാനായിട്ട് എന്താണ് എളുപ്പമായിരിക്കുള്ളൂ. അതായത് സെൻറ്റർ ചെയ്യാനോ ഇതൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കുള്ളൂ. ഓക്കെ, ഇവിടെ നിന്ന് ഒരു സിറ്റിന് കോമ സ്ട്രീറ്റ് ഒരു ഫോൺ നമ്പർ. ഓക്കെ, ഇതിന് ഞാൻ അലൈൻമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടുന്ന് അലൈൻ സെൻറ്റർ ആക്കി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതിനെ നീക്കി വയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിനെ എപ്പോഴും ലോക്ക് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി സേഫ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റുകൾ ടെക്സ്റ്റുകൾ നമ്മൾ നീക്കുന്ന സമയത്തേക്കും ചിലപ്പോൾ ഒബ്ജക്റ്റുകൾ മൂവ് ആയി വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വേണമെന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കോ സ്ട്രോക്ക് കൊടുക്കോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിലൊരു സ്ട്രോക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രോക്ക് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഐഡിയാസാണ്. ഓക്കെ, ഒരു മണ്ണൊക്കെ കൊടുത്ത് കണ്ടോ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യും. തൽക്കാലങ്ങൾക്ക് കൊടുക്കുന്നില്ല. സ്ട്രോക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ഫോണ്ടിന് ഭയങ്കര ഒരു ബോറി ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് ആക്കാം. ഓക്കെ, ഇനി നമുക്കിത് കറക്റ്റ് ആണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും സെലക്ട് ചെയ്തിട്ട് ഇതിങ്ങനെ കൊടുക്കാം. ഇത് കുറച്ച് ലെവലായിട്ടിരുന്നോട്ടെ. ഓക്കെ, ഏകദേശം ഇത് ഓക്കെ. അത് നിങ്ങൾ അലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അതായത് ഇങ്ങനെ ഈ ഒരു സൈഡും ഓക്കെ ആണോ എന്നുള്ളൊരു രീതിയിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ചുകൂടി നീക്കി വെക്കട്ടെ. ഓക്കെ, അപ്പോൾ അത് കുറച്ചുകൂടി ഭംഗി തോന്നും. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഏകദേശം ഒരു ഔട്ട്ലൈനും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. നമുക്ക് ഇത് എന്തോരം ഇതാവുമെന്ന് ഉറപ്പൊന്നുമില്ല, എന്തോരം വീർത്താവുമെന്ന് ഉറപ്പൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു മോഡലാക്കിയിട്ട് ഔട്ട്ലൈൻ്റെ കളർ നമുക്ക് എന്ത് ചെയ്യാം, സെയിം ഓറഞ്ച് തന്നെ കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഐ ഡ്രോപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ കളർ തന്നെ കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി ഭംഗി തോന്നും. ഓക്കെ, ഇവിടെ നിന്നൊരു വൺ കൊടുത്ത് നോക്കാം. ഓക്കെ, പ്രസ് ചെയ്തു. അപ്പോഴും ഇതൊരു ഭംഗിയായിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്നും കൂടി സൈസ് കൂട്ടി നോക്കാം. സ്റ്റോക്കിൻ്റെ കളറ് നമുക്ക് ഇവിടുന്ന് മാറ്റി നോക്കാം. ഓറഞ്ച് കൊടുത്ത് നോക്കാം. അപ്പോൾ ഏകദേശം ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കർവ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു മോഡൽ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും
നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് നീക്കി വെച്ച് നോക്കാം. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒബ്ജക്റ്റ് മെനുവിൽ ലോക്കിൽ അൺലോക്ക് കോൾ കൊടുത്തു. സ്പെഷ്യൽ മെനു എന്നുള്ളത് നമുക്ക് വേണമെന്ന് കുറച്ചും കൂടി നീക്കി വെക്കും. സ്പെഷ്യൽ മെനു എന്നുള്ളത് നമുക്ക് വേണമെന്ന് കുറച്ചും കൂടി നീക്കി വെക്കും. അപ്പോൾ എനിക്ക് വേണ്ട, അതവിടെ തന്നെ ഇരിക്കുന്നതാണ് കുറച്ചുകൂടി ഭംഗി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജിൽ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് മെനുവിൻ്റെ ഇത് മാത്രം കൊടുത്തിട്ടുള്ള ഈ സമയവും സ്ട്രീറ്റും ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേജ് 2 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റായി. ഇവിടുന്ന് റീനെയിം ചെയ്ത് സെഗ്മെന്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ സെക്കൻഡ് പേജെന്നോ തേർഡ് പേജെന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്ന രീതി ആ രീതി നമുക്ക് എന്ത് ചെയ്യാം അവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു പേജിലെ കോപ്പി എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഞാനിത് മൊത്തം സെലക്ട് ചെയ്തിട്ട് Ctrl+C അടിച്ച് കോപ്പി ചെയ്തു. സെക്കൻഡിലേക്ക് വന്ന് Ctrl+V അടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡാറ്റകൾ മീൻസ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജ് നമുക്ക് ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഈ ഒരു ഇമേജ് ആവശ്യമില്ല, ടെക്സ്റ്റ് ആവശ്യമില്ല, ഇത് ആവശ്യമില്ല. അതേപോലെ തന്നെ ഇവിടെ ഈ ഇമേജ് ആവശ്യമില്ല, ഇത് ആവശ്യമില്ല. ഓക്കെ, മൊത്തം സെലക്ട് ചെയ്തു. നമ്മൾ കീബോർഡ് ഒരു CM അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ഇതിലേക്ക് വന്നു. ഓക്കെ, ഇനി ഞാൻ മെനു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇത് മെനുന്ന് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ വൈറ്റ് ആക്കി ഓക്കെ പ്രസ് ചെയ്തു. ഓക്കെ, വീണ്ടും നമുക്ക് മറ്റേ നേരത്തെ ചെയ്തൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു PNGയുടെ ബ്രഷിൻ്റെ സ്ട്രോക്ക് നമുക്ക് വേണമായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു മോഡൽ പോലെ കൊടുക്കാം. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടെ ഫുഡ് 1 എന്ന് പറഞ്ഞ് പേര് കൊടുക്കാണ്. ഫുഡ് 1. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എന്താണോ ഫുഡ്, ആ ഫുഡിൻ്റെ പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കുകയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ബോൾഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന കാര്യം ഇതാണ്. ഞാൻ ഈ ഒരു പേജിന്, അതായത് ഈ ഒരു പിക്കിന് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പിക്ക് കൊടുത്തില്ല, അതിന് ഞാൻ ഇവിടുന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, മറ്റേതിനെ ലോക്ക് ചെയ്തത്. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഇവിടുന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റിലെ ലോക്ക്. ഓക്കെ, മൊത്തം സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ഇങ്ങനെ ഒരുമിച്ച് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ലോക്ക് ചെയ്യാതെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടും കൂടി എന്തായിട്ട് വരും, സെലക്ഷൻ ആവും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തത്, ലോക്ക് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇതിന് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇത് മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് സെലക്ട് ചെയ്താലും മതി. ഒബ്ജക്റ്റ് മെനുവിൽ ഇവിടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് Ctrl+G ആണ് ഷോർട്ട് കട്ട്. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൽ പിടിച്ച് നീക്കുന്ന സമയത്ത് മറ്റേത് എന്തായിക്കോളും, ഇവിടുന്ന് മൂവ് ആയിക്കോളും. ഓക്കെ, ഞാൻ ഇവിടുന്ന് തൽക്കാലം ഇവിടെ ഫുഡ് നെയിം 1 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടണം. ഓക്കെ, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ മേളിൽ കണ്ടോ കുറേ ആരോഗ്യകൾ കാണാൻ പറ്റും. ഇതിനെ ടാബ് എന്നാണ് പറയുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഞാൻ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഫുഡ് നെയിം 1 കൊടുക്കുകയാണ്. ഓക്കെ, ഫുഡ് നെയിം 1. ഓക്കെ, ഇനി നമുക്ക് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ സംഭവം ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇപ്പം ഒരു വൈറ്റ് ആക്കി കൊടുത്തിട്ട് ബോൾഡാക്കി ഞാൻ എന്തെങ്കിലും വേറൊരു ഫോണ്ട് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാൻ കേട്ടോ. ഓക്കെ, ഫുഡ് നെയിം 1 എന്ന് കൊടുത്തു. ഓക്കെ, സൈസ് നമുക്ക് കുറച്ചുകൂടി കൂട്ടാം. ഒരു എനിക്കിത് വായിക്കാൻ പറ്റും.
ഓക്കെ, ഇനി നമ്മൾ കീബോർഡിൽ ടാബ് അടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ കറക്റ്റ് എന്തായി ഇതിലേക്ക് വന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തത്, ടെക്സ്റ്റ്യൂർ എടുത്തിട്ട് നമ്മളിത് ഇങ്ങനെ ഈ രീതിയിൽ വരച്ചു കൊടുത്തത്. നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണ്ട, ഈ സ്പേസ് ബാർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണ്ട, നമ്മൾ ടെക്സ്റ്റിനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. ടാബ് അടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഫുഡിനെ 120. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഐറ്റം അതേപോലെ തന്നെ അതിൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം, അതില്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ പുതിയൊരു ടാബ് എന്താ കൂടെ ക്രിയേറ്റ് ആവും. ഒരു 2 കോമ ഇട്ട് കൊടുക്കാണ്, വീണ്ടും ടാബ്. ഓക്കെ, അങ്ങനെ ഫുഡ് നെയിം 1, ഫുഡ് നെയിം 2, അങ്ങനെ ഞാൻ ഇവിടുന്ന് പോവാണ്. Ctrl+C എൻ്റർ, Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്തു. അങ്ങനെ ഓരോന്നും ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് കണ്ടോ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താവും നമ്മൾ അത്രയും ഏരിയയിലോ ചെയ്തിട്ടുണ്ടായുള്ളൂ, മീൻസ് ഇത്രയും ഏരിയയിലായിരിക്കും കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ ബ്ലോക്കായി പോയത് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് എൻ്റർ അടിച്ച് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡിനെയും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എമൗണ്ട് ഞാൻ ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാണ്. എനിക്കിഷ്ടപ്പെട്ട കുറച്ച് എമൗണ്ടുകൾ ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുഡിൻ്റെ നെയിം ഏതാണോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ വീഡിയോയുടെ അവസാനം ഈ ഒരു ഫയലും കൂടി ഞാൻ എന്ത് ചെയ്തേക്കാം, നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് മന്തിന്നോ ബിരിയാണിന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂൾ ഡ്രിങ്ക്സിൻ്റെ സംഭവം കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഫുഡ് 6 ഇവിടുന്ന് 7, ഇവിടുന്ന് 8. ഓക്കെ, അങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൊത്തം സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് മൊത്തത്തിൽ എന്താവും, സെലക്ഷനാണ്. ഓക്കെ, അതുപോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ട് കണ്ടോ സെലക്ട് ചെയ്തു. Ctrl+C V അടിച്ച് ഞാൻ എന്ത് ചെയ്തു, കോപ്പി പേസ്റ്റ് ചെയ്തു. നോക്കിയത് കണ്ടോ ഫുഡ് 2 ആയിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് 2 എന്നാക്കി മാറ്റി. ഓക്കെ, അല്ലെങ്കിൽ ഐറ്റം 1 ഐറ്റം 2 എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് തോന്നാണ് ഇവിടെ വേറൊരു കളറാണ് വേണ്ടത്, അതായത് ഒരു ഓറഞ്ച് കളർ തന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കളർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കളർ ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിനെ നമുക്കൊന്ന് ബോൾഡാക്കി നോക്കാം. ബോൾഡാക്കുമ്പോൾ ഭംഗിയില്ല. ഓക്കെ, നമുക്ക് വേറൊരു ഫോണ്ട് കൊടുത്ത് നോക്കാം. നമുക്ക് സ്പേസിംഗ് ഒക്കെ നമുക്കിത് ഇവിടെ അറേഞ്ച് ചെയ്യാം. സെറ്റിങ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ സ്പേസിങ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഓക്കെ, 20 കൊടുത്ത് നോക്കാം. ഇത് പാരഗ്രാഫ് സെറ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഒന്ന് നോക്കിയേക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ ഒന്ന് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, അതിൻ്റെ കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, Ctrl+C V കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിനെ നമുക്ക് അലൈൻ ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫുഡ് 2 നമുക്ക് എന്തായി, ഈ രീതിയിൽ സെറ്റായി. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വലിപ്പം കൂട്ടാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു 16 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ 16 14 മാറ്റി ഇവിടെ 16 ആക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താക്കി, ഇവിടെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഒരു ടേബിൾ എന്താക്കിയിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് എന്താ പറയുക, എമൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളൊരു ടേബിൾ ഇവിടെ സെറ്റാക്കി. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം,
പണ്ടത്തെ ഒരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് യൂസ് ചെയ്യാം. അതിപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതായത് ഇപ്പോൾ ഒന്നല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫയലിൽ ഇമ്പോർട്ടിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ യൂസ് ചെയ്തിട്ട് അപ്പോൾ കുറച്ചൊരു ഭംഗി തോന്നും നമുക്ക്. സെയിം ഇമേജ് തന്നെയായിട്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഇമേജ് ആണോ വേണ്ടത് ആ ഇമേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. കൺട്രോൾ സിയും വി അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടോ ഫുഡ് 3 കൊടുത്തു. അപ്പോൾ മൊത്തം സെലക്ട് ചെയ്യണേ. അതുമില്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതും കൂടി സെലക്ട് ചെയ്യാം, കൺട്രോൾ സിയും വി വരും. അപ്പോൾ ഇത് കണ്ടോ ഇവിടെ ഒതുങ്ങൂല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെ കൊടുക്കാം. ഓക്കെ, വീണ്ടും മെയിലിൽ നിന്ന് ഒരു ആരോ മാർക്ക് ഇതിങ്ങനെ വലിച്ചിടാം. കറക്റ്റ് ആണോ എന്നറിയാൻ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതും സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് 3 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഫുഡ് 3 എന്നാക്കി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. സോ ഇവിടെ ഓക്കെ, കൺട്രോൾ സി എം വി അടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് 4ലേക്ക് കൊണ്ടുപോകാം. അപ്പം ഞാൻ വീണ്ടും ഇതിങ്ങനെ സെറ്റ് ചെയ്തു, ഒരു ആരോ മാർക്ക് പോലെ വരച്ചിട്ടു. ഓക്കെ, നമുക്ക് ഫുഡ് 4 ഇതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് കണ്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ലെവലാക്കി വെക്കാം. ഇതേപോലെ തന്നെ അങ്ങനെ നീക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അഭംഗി ഫീൽ ചെയ്യും, പ്രിന്റ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് വേറെ എന്തെങ്കിലും ഒരു കാര്യം ഡ്രിങ്ക്സ് എന്നോ അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സിന്റെ പിക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് വയ്ക്കണമെങ്കിൽ വയ്ക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ബർഗറിൻ്റെയോ അങ്ങനെ പല ഇമേജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് വരയ്ക്കണമെങ്കിൽ നമുക്ക് അതായത് വയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് വച്ച് കൊടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇമേജ് സ്റ്റോക്ക് ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് താങ്ക് യു വിസിറ്റ് കഴിയുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സിന്റെ ഒക്കെ ഇമേജ് വയ്ക്കുകയാണെങ്കിൽ പക്ക കറക്റ്റ് ആയിരിക്കുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ ഫയലിൽ വന്നിട്ട് ഇമ്പോർട്ടിൽ ഒരു ജ്യൂസിൻ്റെ ഇമേജ് ഞാൻ ഇവിടെ നിന്ന് വയ്ക്കാമെന്ന് വയ്ക്കാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് PNG ആക്കി വെച്ചിരിക്കുന്ന ഇമേജാണ് കേട്ടോ അത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇമേജ് ഇവിടെ വയ്ക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എത്ര പേജുകൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് മൊത്തം സെലക്ട് ചെയ്തു, കൺട്രോൾ സി അടിച്ചു. നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു പേജ് വേണമെന്നുണ്ടെങ്കിൽ പ്ലസ് അടിക്കുക, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് റീനെയിം കൊടുത്തിട്ട് പേജ് 3 എന്നോ അല്ലെങ്കിൽ സെൻട്രൽ പേജ് എന്നോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾ ഇവിടെ നിന്ന് അതിനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി, കൺട്രോൾ വി അടിക്കുന്ന സമയത്ത് കാണാം. ഓക്കെ, മറ്റേത് ലോക്കായിരുന്നു, അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റാതിരുന്നത്, ആ ഇമേജും കൂടെ പോരാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിവിടെ സെലക്ട് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് ഒന്നിനെയും സെലക്ട് ചെയ്യുന്നില്ല, ഒബ്ജക്റ്റ് മെനുവിൽ വന്നിട്ട് ലോക്കിൽ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അൺലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കൺട്രോൾ എ അടിച്ച് കൺട്രോൾ സി അടിച്ച് കോപ്പി എടുത്തിട്ട് മൂന്നാമത്തെ പേജ് ക്ലിക്ക് ചെയ്തിട്ട് കൺട്രോൾ വി അടിച്ച് എന്ത് ചെയ്യാനായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഫുഡിൻ്റെ നെയിമുകളൊക്കെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ, ഇതെങ്ങനെയാണ് അലൈൻമെൻറ്റ് ചെയ്യുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, 10 വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ ഫുഡ് 8 ആയിട്ട് മാറിയിട്ടുണ്ട്. അല്ല, നമ്മൾ ഓൾറെഡി 8 കൊടുത്തിട്ടുണ്ടായി, അതായത് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് കിടക്കുന്നുണ്ടായി, അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാതിരുന്നത്. ഓക്കെ, ഫുഡ് 8. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു മറ്റൊരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, പുതിയതായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത്
മൂന്നായിട്ട് ചെയ്യുന്നത് എങ്ങനെ, അതായത് 4 കളത്തിലാണ് ഇട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സാമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു വർക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാൻ എന്ത് ചെയ്തേക്കാം, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ലിങ്കിലായിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നുണ്ട്.